ദൂരത്തും ചാരത്തും വിവിധ ഭവനങ്ങളിലും വീതികളിലുമൊക്കെ നിന്ന് ഞങ്ങൾ ശ്രമിക്കുന്ന പ്രബുദ്ധരായ നല്ലവരായ ഈശ്വരഭക്തരായ എല്ലാ ദേശനിവാസികൾക്കും വീണ്ടും വരുന്ന ധന്യനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ സനാതനമായ സത്യസുവിശേഷത്തിന്റെ വിളംബരം ഒരു പ്രാവശ്യം കൂടി ഈ ഗ്രാമത്തിൽ നടത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, യേശുക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാണ്. യേശുക്രിസ്തു സത്യദൈവമാണ്. സ്വർഗത്തിൽ ദൈവത്തോടൊപ്പമായിരുന്നവനാണ്, ദൈവമായിരുന്നവനാണ്, ദൈവത്തിന്റെ തേജസ്സിലും മഹത്വത്തിലും വസിച്ചവനാണ്. എന്നാൽ ദൈവത്തോടുള്ള തന്റെ മഹത്വത്തിലും തേജസ്സിലും ആ സമത്വത്തിലും നിലനിന്നുകൊള്ളണം എന്നാഗ്രഹിക്കാതെ ബലഹീനനും പാപിയും അഭക്തനും പ്രയോജനമില്ലാത്തവനുമായ മനുഷ്യരെ തേടി സ്വർഗം വിട്ട് ഈ താണഭൂമിയിലേക്ക് മനുഷ്യന്റെ രൂപത്തിൽ, മനുഷ്യ സാദൃശ്യത്തിൽ ദാസ്യ രൂപമെടുത്ത് ഇറങ്ങി വന്നവനാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു സത്യദൈവമായിരുന്നു, പൂർണ്ണദൈവമായിരുന്നു. സത്യദൈവമായിരുന്നവൻ, അതേ പൂർണ്ണദൈവമായിരുന്നവൻ ഭൂമുഖത്തേക്ക് മനുഷ്യന്റെ രൂപത്തിൽ വന്നു. എന്താ യേശുവിന്റെ ഈ വരവിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, യേശു ഭൂമിയിൽ വന്നപ്പോഴും ദൈവമായിരുന്നു, എന്നാൽ അതേസമയം യേശു മനുഷ്യനുമായിരുന്നു. യേശു പൂർണ്ണ മനുഷ്യനുമായിരുന്നു, പൂർണ്ണ ദൈവവുമായിരുന്നു. യേശു ഭൂമിയിൽ ജീവിച്ചത് നമ്മളെ പോലെയാണ്. നമ്മളെപ്പോലെ ഒരു സ്ത്രീയുടെ ഉദരത്തിൽ നിന്നാണ് യേശു ഭൂമിയിൽ ജന്മമെടുത്തത്. നമ്മളെപ്പോലെ ഒരു കുടുംബത്തിലാണ് യേശു ജനിച്ചത്. നമ്മളെപ്പോലെ തന്നെയാണ് യേശു ജീവിച്ചത്. പക്ഷേ യേശുക്രിസ്തുവിന് ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. യേശുവിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മളൊക്കെ പാപികളായി ജനിച്ചവരാ. ആദിമ മനുഷ്യനായ ആദാം പാപത്തിൽ വീണുപോയ കാലം മുതൽ ഇവിടെ ജനിക്കുന്ന സകല മനുഷ്യരും പാപത്തോടാണ് ജനിക്കുന്നത്. കാരണം നമ്മുടെയൊക്കെ അകത്ത് പാപം കുടികൊള്ളുകയാണ്. ഒരുപക്ഷെ പ്രവൃത്തിയിൽ ഈ പാപങ്ങൾ ചെയ്യുന്നവരെയൊക്കെയാണ് നമ്മൾ ക്രിമിനലുകൾ എന്നൊക്കെ പറയുന്നത്. എന്നാൽ നമ്മുടെ പ്രവൃത്തിയിൽ ഈ പാപം പുറത്തു വന്നില്ലെങ്കിലും നമ്മുടെ മനോഭാവത്തിൽ പോലും ഉണ്ടാകുന്ന പാപങ്ങളെ ദൈവം കണക്കിടുകയാണ്. ഒരു മനുഷ്യനും പറയാൻ കഴിയില്ല, എന്റെ മനോമുഖരത്തിലൂടെ ഒരു തിന്മ ചിന്ത ഇന്നുവരെയും കടന്നു വന്നിട്ടില്ല എന്ന്. കാരണം എല്ലാ മനുഷ്യന്റെ അകത്തും പാപമുണ്ട്. പാപം എല്ലാ മനുഷ്യന്റെ അകത്തും ഉണ്ട് എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയാൻ കാരണം, ആദിമ മനുഷ്യനായ ആദാം ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിച്ച് ദൈവത്തിൽ നിന്നുള്ള തന്റെ കൂട്ടായ്മയെ വിട്ട് അകന്നുപോയി. അങ്ങനെ അവന്റെ അകത്ത് പ്രവേശിച്ചതാണ് പാപം. അവന്റെ ആത്മാവ് മൃതാവസ്ഥയിലാണ്, അവന്റെ ആത്മാവ് മരണപ്പെട്ട അവസ്ഥയിലാണ്. പക്ഷേ മൃഗാദികൾക്കൊന്നും കൊടുക്കാത്ത ഒരു ആത്മാവിനെ ദൈവം മനുഷ്യന്റെ അകത്ത് കൊടുത്തത് ദൈവത്തോടുള്ള കൂട്ടായ്മയിലും ദൈവത്തോടുള്ള ബന്ധത്തിലും ജീവിക്കാനാ. എന്നാൽ മനുഷ്യൻ ദൈവത്തോടുള്ള ആ ബന്ധത്തിൽ ജീവിക്കാതെ ദൈവത്തിൽ നിന്ന് അകന്നുപോയി അവന്റെ അകത്ത് വ്യാപരിച്ചതാണ് പാപം. ഈ പാപത്തിന്റെ അനുഭവത്തിലാണ് മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ആദിമ മനുഷ്യനായ ആദാം പാപത്തിൽ വീണത് മുതൽ ഇവിടെ ജനിച്ചു വീഴുന്ന സകല മനുഷ്യരും പാപത്തോടാണ് ജനിക്കുന്നത്. അത് ക്രിസ്ത്യാനിയാകട്ടെ, ഹിന്ദു ആകട്ടെ, മുസൽമാനാകട്ടെ, പാഴ്സിയാകട്ടെ, സിഖുകാരനാകട്ടെ, ഇന്ത്യക്കാരനാകട്ടെ, അമേരിക്കക്കാരനാകട്ടെ, കേരളീയനാകട്ടെ, ബംഗാളിയാകട്ടെ, ആരുമാകട്ടെ, സകല മനുഷ്യരും പാപത്തോടാണ് ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സുവിശേഷം സകല മനുഷ്യർക്കും വേണ്ടിയുള്ളതായത്. കാരണം സകല മനുഷ്യരും പാപികളാണ്. ഇതേതെങ്കിലും മതവിഭാഗത്തിനോ ജാതികൾക്കോ വേണ്ടിയുള്ളതല്ല, മറിച്ച് സകല മനുഷ്യരും ഈ സുവിശേഷം കേൾക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കാരണം സകല മനുഷ്യരും പാപിയാണ്. പാപിക്ക് മാനസാന്തരം ആവശ്യമുണ്ടെന്ന് വേദപുസ്തകം പറയുന്നു. ഇപ്പോൾ എല്ലാവരും എല്ലായിടത്തും മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ തിരുക്കോണിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഈ യേശുവിന്റെ സുവിശേഷത്തെ ഞങ്ങൾ ഉയർത്തുന്നത്. പ്രിയമുള്ളവരെ, ഈ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് മനുഷ്യനെ തേടിയാ വന്നത്. ദൈവമായിരുന്നവൻ ഭൂമിയിലേക്ക് വന്നതിന്റെ ഉദ്ദേശം മനുഷ്യനെ തേടിയ. ഏത് മനുഷ്യനെയാണ്? പാപത്തിൽ വീണുപോയ, ബലഹീനനായ, പ്രയോജനമില്ലാത്ത, അഭക്തനായ, യാതൊരു നന്മയും വസിക്കാത്ത, നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടും തിന്മ മാത്രം ചെയ്യുന്ന
പ്രവൃത്തികളിലും അതുപോലെ തന്നെ ചിന്തകളിലും പാപം മാത്രം വസിക്കുന്ന ഈ മനുഷ്യനെ തേടിയാണ് യേശു ലോകത്തിലേക്ക് വന്നത്. എന്തുകൊണ്ട് യേശു ലോകത്തിലേക്ക് വന്നു? ദൈവമായിരുന്നവൻ ദൈവത്തിനോടുള്ള തന്റെ സമത്വം മുറുകെ പിടിക്കാതെ ഭൂമിയിലേക്ക് മനുഷ്യരൂപത്തിൽ, മനുഷ്യ സാദൃശ്യത്തിൽ പൂർണ്ണ മനുഷ്യനായി വന്നു. ആ പൂർണ്ണ മനുഷ്യൻ പാപമില്ലാത്ത മനുഷ്യനാണ്. കാരണം ദൈവത്തിൽ പാപമില്ല. ദൈവം പരമപരിശുദ്ധനാണ്. യേശുവും നമ്മളും തമ്മിലുള്ള പ്രത്യേകത, യേശുവിന്റെ മനുഷ്യത്വവും നമ്മുടെ മനുഷ്യത്വവും തമ്മിലൊരു പ്രത്യേകത, വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മിലൊക്കെ പാപം കുടികൊള്ളുന്നു, എന്നാൽ യേശു ക്രിസ്തുവിൽ പാപം ഇല്ല. അവൻ പാപമില്ലാത്ത പരമപരിശുദ്ധനായിരുന്നു. അതുകൊണ്ടാണ് ജനക്കൂട്ടത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് യേശു വിളിച്ചു ചോദിച്ചത്, ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും? അപ്പൊ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്താൻ കഴിയാത്ത, പാപം വസിക്കാത്ത പരമപരിശുദ്ധനായിരുന്നു യേശു ക്രിസ്തു. അങ്ങനെ ഒരു മനുഷ്യന് മാത്രമേ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം ചെയ്യാൻ കഴിയൂ. മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് മൃഗബലി കൊണ്ട് അതിന് പരിഹാരം വരുത്താൻ കഴിയില്ല. മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ഏതെങ്കിലും നേർച്ചകൾക്കോ കാഴ്ചകൾക്കോ ഉത്സവങ്ങൾക്കോ പെരുന്നാളുകൾക്കോ നോമ്പുകൾക്കോ കഴിയില്ല. അതിന് പരിഹാരം വരുത്തണമെങ്കിൽ പൂർണ്ണ മനുഷ്യൻ, പാപമില്ലാത്ത ഒരു മനുഷ്യന് മാത്രമേ അതിന്റെ പരിഹാരം വരുത്താൻ കഴിയുകയുള്ളൂ. ഇനി ആ പാപത്തിന്റെ പരിഹാരം എന്താണ്? പാപത്തിന്റെ പരിഹാരം എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ശിക്ഷ അനുഭവിക്കുക എന്നുള്ളതാണ്. പാപത്തിന്റെ ശിക്ഷ എന്ന് പറയുന്നത് വേദപുസ്തക പ്രകാരം പാപത്തിന്റെ ശിക്ഷ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ആ വാക്കിന്റെ അർത്ഥം ഇതാണ്: പാപത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് മരണമാണ്. മരണം തന്നെ 3 തരത്തിൽ നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ആത്മീയ മരണം. പാപം ചെയ്തപ്പോൾ തന്നെ മനുഷ്യന്റെ ആത്മാവ് മരിച്ചു. 2, അവന് ശാരീരിക മരണം ദൈവം വെച്ചു. ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും മനുഷ്യന് നിയമിച്ചിരിക്കുന്നു എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്, ശാരീരിക മരണം. 3ാമത് ഒരു നിത്യമരണമുണ്ട്. ആ നിത്യമരണം എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും ദൈവത്തോട് എടുക്കാൻ കഴിയാതെ വണ്ണം നിത്യമായ തീപ്പൊയ്കയിലേക്ക്, നിത്യമായ അഗ്നികുണ്ഡത്തിലേക്ക് അവൻ എന്നേക്കുമായി വലിച്ചെറിയപ്പെടുന്ന നിത്യ ന്യായവിധിയാണ് നിത്യ മരണമെന്ന് പറയുന്നത്. ഇതിനെ വേദപുസ്തകം 2ാം മരണം എന്ന പദവും ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷയായ മരണം അത് വഹിക്കാനാ യേശു ഭൂമിയിലേക്ക് വന്നത്. മനുഷ്യന്റെ മുഴുവൻ പാപവും യേശു സ്വന്തം ശരീരത്തിൽ വഹിച്ചു. അതാണ് അടുത്ത പ്രത്യേകത. യേശു പാപമില്ലാത്തവനായി വന്നു, പക്ഷേ മാനവകുലത്തിന്റെ സകല മനുഷ്യന്റെയും പാപം യേശു സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു. അങ്ങനെ മനുഷ്യന്റെ മുഴുവൻ പാപവും യേശു സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മാനവകുലത്തിനു വേണ്ടി, പാപിയായ മനുഷ്യനു വേണ്ടി യേശു പാപം ആയി മാറി. യേശു പാപിയായി മാറി എന്നല്ല, യേശു പാപമായി മാറി. കാരണം നമ്മുടെ മുഴുവൻ പാപവും യേശുവിന്റെ മേൽ ചുമത്തപ്പെട്ടു. അങ്ങനെ പാപം ചുമത്തപ്പെട്ട യേശു ക്രിസ്തു പാപത്തിന്റെ ശിക്ഷയായ മരണം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു. കാൽവരിയുടെ മാമലയിൽ 3 ആണികളിൽ തൂങ്ങിക്കിടന്ന ഒരു മാംസപിണ്ഡം പോലെ മനുഷ്യനെന്ന് തോന്നാത്തവണ്ണം വിരൂപനാക്കപ്പെട്ടവനായി, ഉഴവുചാൽ അടിച്ചു കീറുന്നു, ഉഴവുചാൽ കീറുന്നത് പോലെ ശരീരമാസകലം അടിച്ചു കീറപ്പെട്ടവനായി, നീണ്ട മുള്ളുകൾ കൊണ്ട് നിർമ്മിച്ച മുൾമുടി ശിരസിൽ ധരിച്ചവനായി യേശു കാൽവരിയിൽ അതിവേദനയുടെ നടുവിൽ മരണത്തിലൂടെ കടന്നുപോയി. മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷയായ മരണം യേശു സ്വയം ഏറ്റെടുത്തു. എന്നാൽ യേശു ക്രിസ്തു ദൈവമായിരുന്നത് കൊണ്ട് യേശു ക്രിസ്തുവിനെ പിടിച്ചു വെക്കുവാൻ മരണത്തിന് കഴിഞ്ഞില്ല. മരണവാസങ്ങൾക്ക് അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ലെന്ന വേദപുസ്തകം പറയുന്നത്. അവൻ മരിച്ചവരുടെ നിലയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുകൊണ്ട് താൻ ദൈവപുത്രനെന്ന് തെളിയിക്കുവാനിടയായി തീർന്നു. ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞതുപോലെ യേശു ക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാണ്. അവൻ ഉയർത്തെഴുന്നേറ്റുകൊണ്ട് അവൻ ദൈവപുത്രനെന്ന്, അവൻ ദൈവമെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വണ്ണം തെളിയിപ്പാനിടയായി. ഞാൻ ആദ്യം പറഞ്ഞ വാക്യത്തിൽ 2ാമത് പറഞ്ഞിരിക്കുന്ന ഘടകം അവൻ നിത്യജീവനാണ്. കാരണം യേശു ക്രിസ്തുവിന്റെ അകത്ത് ജീവനുണ്ടായിരുന്നു. ആ ജീവൻ നിത്യജീവനാണ്. മനുഷ്യനെ എന്നേക്കും ദൈവത്തോടൊപ്പം ജീവിക്കുവാൻ അവൻ അവസരം കൊടുക്കുന്ന നിത്യജീവൻ അത് യേശുവാണ്. യേശുവിലൂടെയാണ് ഒരു മനുഷ്യന് നിത്യമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നത്. നമ്മള് മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഭൂമിയിലെ ജീവിതം 70-80 എന്നൊക്കെയാണ് വേദപുസ്തകം പറയുന്നത്. അതിനപ്പുറവും ജീവിക്കുന്ന ചിലരൊക്കെയുണ്ട്. പക്ഷേ എത്ര ജീവിച്ചാലും
ഒരു ദിവസം മരണത്തിന് നമ്മളൊക്കെ കീഴടങ്ങും. നാം ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. താൽക്കാലികമായ ജീവിതമാണ്. ഈ ഭൂമിയിലെ ജീവിതം താൽക്കാലികമാകുമ്പോ നിത്യമായൊരു ജീവിതമുണ്ട്. ആ നിത്യമായ ജീവിതം നാം എവിടെ ആയിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നത് ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് മരണശേഷം നിങ്ങളുടെ വാസം എന്ന് തീരുമാനിക്കണം. മരണശേഷം നിങ്ങൾക്ക് ഒന്നുകിൽ ദൈവത്തോടൊപ്പം നിത്യനിത്യയുഗങ്ങൾ വസിക്കാം, അതാണ് നിത്യജീവൻ. അതല്ല എങ്കിൽ നിങ്ങൾക്ക് അന്ധകാരത്തിന്റെ ശക്തിക്ക് അടിമപ്പെട്ടവനായി നിത്യമായ ന്യായവിധിയിൽ തീപ്പൊയ്കയിൽ എന്നേക്കുമായി നിങ്ങൾ തള്ളിയിടപ്പെടുവാൻ ഇടയായിത്തീരും. ഇത് രണ്ടിലും ഏത് വേണമെന്ന് തീരുമാനിക്കാനുള്ള അവസരം ഭൂമിയിലാണ്. അതെങ്ങനെയാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്? നേർച്ച കൊടുത്തിട്ടല്ല, കാഴ്ച കൊടുത്തിട്ടല്ല, തീർത്ഥാടനം നടത്തിയിട്ടല്ല, പെരുന്നാൾ നടത്തിയിട്ടല്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും ദാനധർമ്മങ്ങൾ നടത്തിയിട്ടല്ല, മറിച്ച് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെയാണ്. യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ തന്റെ മരണത്തിന്റെ അനുഭവത്തിൽ അതിഭീകരമായ പീഡനത്തിലൂടെ കടന്നുപോയി. തനിക്ക് ശ്വാസം പോലും എടുക്കാൻ കഴിയാത്ത അനുഭവത്തിൽ യേശു വിളിച്ചു പറഞ്ഞു, സകലതും നിവർത്തിയായി. എന്താ യേശു വിളിച്ചു പറഞ്ഞത്? ഇനി പാപത്തിന്റെ പരിഹാരത്തിനായി ഒന്നും അവശേഷിക്കുന്നില്ല. സകലതും യേശു നിർവഹിച്ചത് കൊണ്ട് ഇന്ന് പകൽ ഞങ്ങൾ ഈ ദേശത്തോട് വിളിച്ചു പറയട്ടെ, പാപത്തിന്റെ പരിഹാരത്തിനായി നിങ്ങളെ നിത്യജീവനിലേക്ക് നടത്തുവാൻ മറ്റൊന്നിനും കഴിയില്ല. ഒരേ ഒരു മാർഗം, യേശു ക്രിസ്തു എന്ന മാർഗം. യേശുവാണ് നിത്യജീവൻ. യേശുവിന്റെ അകത്ത ജീവൻ നിങ്ങളിലേക്ക് പകരുവാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. നിങ്ങൾ സമ്മതിക്കുക, ഞാൻ പാപിയാണ്, ഞാൻ പാപിയായ മനുഷ്യനാണെന്ന് സമ്മതിച്ച് അത് അംഗീകരിച്ച് എനിക്ക് രക്ഷ ആവശ്യമുണ്ട്, എനിക്ക് നിത്യജീവൻ ആവശ്യമുണ്ടെന്ന് യേശുവിനോട് ഒരു വാക്ക് നിങ്ങൾക്ക് പറയാമെങ്കിൽ, ഹൃദയം നുറങ്ങി പറയാമെങ്കിൽ, എനിക്കൊരു മാനസാന്തരം വേണം, ഇപ്പോൾ ഞാൻ പോകുന്ന ഈ പാപത്തിന്റെ വഴിയിൽ നിന്ന് എനിക്കൊരു മാനസാന്തരം വേണം, നിത്യജീവൻ എനിക്ക് വേണം, അതിന്റെ മാർഗം യേശു മാത്രമാണെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നുവെങ്കിൽ സൗജന്യമായി പാപമോചനം, വീണ്ടെടുപ്പ്, ദൈവപുത്രത്വം, നിത്യജീവൻ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ഇത് തീർത്തും സൗജന്യമാണ്. അതുകൊണ്ടാ ഞങ്ങൾ ഈ തെരുക്കോണിൽ നിന്നുകൊണ്ട് ഇത് വിളിച്ചു പറയുന്നത്. യേശു ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് നിത്യജീവൻ സൗജന്യമായി ലഭ്യമാവുകയാണ്. ഈ ഭൂമിയിലെ ജീവിതം നിങ്ങളുടെ അവസാനിക്കുമ്പോൾ അതിനപ്പുറമുള്ള മരണാനന്തരമുള്ള നിങ്ങളുടെ ജീവിതം അത് ആരോടൊപ്പമായിരിക്കണം? ദൈവത്തോടൊപ്പമാകണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ മരിച്ചതിന് ശേഷം ആരെങ്കിലും നടത്തുന്ന ഒരു വിധത്തിലുള്ള കർമ്മങ്ങൾ കൊണ്ടും ആരെയും സ്വർഗത്തിൽ കൊണ്ടെത്തിക്കാൻ കഴിയില്ല. മറിച്ച് ഒറ്റ മാർഗമേ ഉള്ളൂ. ജീവിച്ചിരിക്കുമ്പോ ക്രിസ്തുവിൽ വിശ്വസിക്കുക, ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക, ക്രിസ്തുവിനെ ജീവിതത്തിൽ ഏറ്റെടുത്ത് യേശു ക്രിസ്തുവിന്റെ കൽപ്പനയായ സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് ക്രിസ്തു നമ്മളെ ചേർക്കുവാൻ മധ്യാകാശത്ത് വരും എന്നുള്ള വിശ്വാസത്തോടെ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കണം. കർത്താവിന്റെ വരവ് സമീപമായി ദിവസവും അതിനോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ദേശനിവാസികളെയും കർത്താവിന്റെ വരവ് സമീപമായി എന്ന ആ വാർത്ത അറിയിച്ചുകൊണ്ട് നിങ്ങളെയും ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.